തന്റെ വിജയത്തിൽ ആനന്ദനൃത്തം ചവിട്ടുന്ന ദക്ഷകി. കുടിച്ചു ബോധമില്ലാതെ വരുന്ന ഉണ്ണി നമ്പൂതിരിയെ അവൾ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഒടുവിൽ ശിവനാഗം ഉണ്ണിയെ രക്ഷപ്പെടുത്തുന്നു. അമ്പലത്തിൽ തൊഴാൻ വരുന്ന രേണുകയും കല്യാണിയും ഉണ്ണി നമ്പൂതിരി ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നു. ഉണ്ണി കള്ളു കുടിച്ചതിനെ ചൊല്ലി രേണുക അയാളുമായി വഴക്കിടുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ഉണ്ണി. വൈഷ്ണവിയെ കാണാത്തതിൽ വിഷമിക്കുന്ന രാഹുൽ. അവൻ അത് തന്റെ കൂട്ടുകാരുമായി പങ്കുവെക്കുന്നു. നിലവറയുടെ താക്കോൽ തനിക്ക് തരണമെന്നാവശ്യപ്പെടുന്ന ഉണ്ണി. താക്കോൽ ചോദിച്ചതിൽ വിഷമിക്കുന്ന രേണുക. ഇതിനി വേറെ ആരും അറിയേണ്ട കല്യാണി. ഉണ്ണേട്ടൻ നമ്മളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. നീ വാ പോവാം. കല്യാണി, വല്ലതും പറ്റിയോ രേണുടുത്തി? ഒന്നും പറ്റില്ലെന്ന് തോന്നണു. ഈ മരവള്ളിയിൽ തട്ടി വീണതാ. ഇതെവിടെ ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ വന്നു? ഉണ്ടായിരിക്കും. രേണുടുത്തി ഇതിൽ തട്ടി വീണപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. ശരി, വാ പോവാ. നാഗമടത്തു മനയുടെ സമ്പത്തിന്റെ താക്കോൽ ഇതുകൊണ്ടാണ് ഇനി നാഗമടത്തു മനയിൽ ഞാനൊരു കലഹം സൃഷ്ടിക്കാൻ പോകുന്നത്. കലിയിളകുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കും ഈ ദക്ഷകി. ഉണ്ണിയേട്ടൻ എന്തിനാ രേണുവെടുത്തിയോട് താക്കോൽ കൂട്ടം ചോദിച്ചത്? അത് തെറ്റായി പോയിട്ടോ. എനിക്കും കൂടി അവകാശപ്പെട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? പാവം, നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട് രേണുവെടുത്തിക്ക്. ഉണ്ണിയേട്ടനെ ഓർത്ത് എത്ര വിഷമിക്കണ്ടെന്നറിയോ രേണുവെടുത്തി? രേണു എന്തിനാ എന്നെ ഓർത്ത് വിഷമിക്കുന്നേ? ഉണ്ണിയേട്ടനോട് രേണുവെടുത്തിക്ക് സ്നേഹം ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവർക്കെല്ലാം സ്നേഹിക്കുന്നവരെ ഓർത്ത് വിഷമിക്കാനല്ലേ കഴിയൂ. നീ എന്നെ ഓർത്ത് വിഷമിക്കാറില്ലേ? അത് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണോ? ആ, എനിക്കറിയില്ല. സ്നേഹിക്കുന്നവർക്ക് എന്തു കൊടുത്തും സന്തോഷിപ്പിക്കുന്നവരാ യഥാർത്ഥ സ്നേഹമുള്ളവര്. അതറിയോ കല്യാണിക്ക്? അതെന്താ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? നീ എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കല്ലേ ചെയ്യാൻ പറ്റൂ. എന്താ ഉണ്ണിയേട്ടാ ഞാൻ ചെയ്യേണ്ടത്? രേണുവിന്റെ കയ്യിലിരിക്കുന്ന താക്കോൽ കൂട്ടം നീ ഒന്ന് എനിക്ക് എടുത്തു തരണം. ഉണ്ണിയേട്ടാ, എന്നോട് നിനക്ക് ഇഷ്ടോ സ്നേഹം ഉണ്ടെങ്കിൽ അതെനിക്ക് എടുത്തു തരണം. കല്യാണി, ഉണ്ണിയേട്ടൻ എന്നോട് ഇത് ചോദിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നെ ഉണ്ണിയേട്ടൻ കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ. എന്റെ 7ാമത്തെ വയസ്സില് അമ്മയുടെ കയ്യും പിടിച്ച് ഈ മനയിലേക്ക് കയറി വന്നവളാ ഞാൻ. അസുഖം വന്ന് ഇവിടെ കിടന്ന് അമ്മ മരിച്ചപ്പോ അച്ഛനില്ലാത്ത എന്നെ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെ വളർത്തിയവരാ ഈ നാഗമടത്തുകാർ. ഞാനൊരു ബാല്യക്കാരിയാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടേ ഇല്ല. ഉണ്ണിയേട്ടാ, എനിക്ക് വലിയ പഠിപ്പും വിവരമൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ ഞാൻ കള്ളം ചെയ്യില്ല. കല്യാണി, ഇതിന്റെ പേരില് ഇനി ഉണ്ണിയേട്ടൻ എന്നെ വെറുത്താലും ചീത്ത പറഞ്ഞാലും ശരി, ഞാൻ നാഗമടത്ത് മനയിൽ കളവ് ചെയ്യില്ല. കല്യാണി, ഞാൻ പറഞ്ഞത്... ഉണ്ണിയേട്ടൻ ഇനി ഒന്നും പറയണ്ട. ദയവ് ചെയ്ത് മനസ്സിലെ ഈ ചീത്ത വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്ക്. അതാ നല്ലത്. അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ?
ഇതാ താക്കൽക്കൂട്ടല്ലേ? ഇതെങ്ങനെ ഇവിടെ എത്തി? അപ്പോ കല്യാണിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. സത്യസന്ധത അഭിനയിച്ചുകൊണ്ട് കല്യാണി എന്നെ സഹായിക്കാനായിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നാണോ? അതോ രേണു ഇതുവഴി പോയപ്പോ അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതോ? നാഗമടത്ത് സന്തതി, ഞാനിത് നിനക്ക് തന്നത് നിന്റെ സന്തോഷത്തിനല്ല, നിനക്ക് രക്ഷപ്പെടാനുമല്ല, കഷ്ടപ്പെടാൻ. എന്റെ വംശത്തില്ലാതാക്കിയ നിന്റെ വംശം ദുഃഖിക്കണം. ദുഃഖമാണ് ദക്ഷകി. ആ ദുഃഖം എന്താണെന്ന് നാഗമടത്തുകാർ അറിയാൻ പോവുന്നതേയുള്ളൂ. ഈശ്വറും രാഹുലും പെട്ടെന്ന് ഇതെങ്ങോട്ടാ മുങ്ങിയേ? എന്നെ ഒഴിവാക്കിയിട്ട് അവർക്ക് എന്തൊക്കെയാ പ്രോഗ്രാമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എന്നാലും ഇവന്മാരെന്തു പണിയാ കാണിച്ചേ? ആ, ഇപ്പൊ സംഗതി പിടികിട്ടി. രാഹുലും വൈഷ്ണവിയും തമ്മിലുള്ള മീറ്റിങ്ങിന് വേണ്ടി ഒപ്പിച്ച പണിയാ. അതിന് ഇവന്മാരെന്തിനാ എന്നെ ഒഴിവാക്കിയേ? വൈഷ്ണവി രാഹുലും തമ്മിലുള്ള മീറ്റിംഗ് ആണെങ്കിൽ അതെന്തായാലും ഇതിന്റെ മുകളിലായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടെ വരാനല്ലേ വൈഷ്ണവി പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിന്റെ മുകളിൽ കയറി സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? പറ്റിയ സമയം തന്നെ. ആരെങ്കിലും കണ്ടാ എന്താ സംഭവിക്കാന്നറിയോ? ഇന്ന് തന്നെ അങ്ങോട്ട് പെട്ടിയും കിടക്കി എടുത്ത് സ്ഥലം വിടേണ്ടി വരും. എന്ത് ചെയ്യാനാ, ഫ്രണ്ട്സായി പോയില്ലേ. ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ പോയിട്ട് വരാം. ഇവനെന്താ ഇവിടെ കിടന്ന് പരിങ്ങുന്നേ? ഉണ്ണിയേട്ടനോ? ഇങ്ങോട്ട് ഇറങ്ങിയോടാ. ദാ വന്നു. എന്താ ഉണ്ണിയേട്ടാ? നിനക്കെന്താടാ ഇവിടെ കാര്യം? ഒന്നുമില്ല. എന്താടാ ഒരു പരിഭ്രമം? ഏയ്, പരിഭ്രമമൊന്നുമില്ല. ഞാൻ ചുമ്മാ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. കാറ്റുകൊള്ളാൻ വന്നവൻ ഇവിടെ എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? പോടാ, ഈ ഭാഗത്തേക്ക് വന്നു പോകരുത്. പോവാൻ പോ. ഈ കാലമാടനെങ്ങാനും മുകളിലേക്ക് പോയി വൈഷ്ണവിയെയും രാഹുലിനെയും കയ്യോടെ പൊക്കിയ അവന്റെ സ്ഥിതി കട്ടപ്പുകയാകുമല്ലോ. എന്താടാ പോകുന്നില്ലേ? പോകാം. അല്ല, ഉണ്ണിയേട്ടൻ വരുന്നില്ലേ? മുകളിലേക്കൊന്നും ഇപ്പൊ പോവല്ലേ ഉണ്ണിയേട്ടാ? ആ ദക്ഷകി എങ്ങാനും ഇവിടേക്ക് വന്നാ ഉണ്ണിയേട്ടൻ പേടിക്കില്ലേ? ഒന്ന് പോടാ. പോവാൻ. എന്റെ ദൈവമേ, ആ ഉണ്ണിയേട്ടൻ മുകളിലേക്ക് തന്നെ പോയല്ലോ. വൈഷ്ണവി രാഹുലും തമ്മിൽ മുകളിൽ മീറ്റിംഗ് നടക്കുവാണെങ്കിൽ ഇന്നിവിടെ ഉറപ്പായിട്ടും ഇടിവെട്ടും പേമാരിയും ഉണ്ടാവും. എന്റെ ദൈവമേ, ഉണ്ണിയേട്ടന്റെ കണ്ണിപ്പെടല്ലേ. ഇടി തുടങ്ങിയോ? ഏയ്, അല്ലെങ്കിൽ വേണ്ട, ഫോൺ വിളിച്ച് പറയാം. The number you have called is currently switched off. The number you have called is currently switched off. സ്വിച്ച് ഓഫോ? എന്റെ രാഹുലേ, നിന്റെയൊക്കെ ഒരു യോഗം. ആ ഉണ്ണിയേട്ടൻ മുകളിലേക്ക് പോവുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കയറി നോക്ക് തന്നെ. ഇനി അഥവാ രാഹുലിന് ഇടികൊള്ളുകയാണെങ്കിൽ പിടിച്ചു മാറ്റാനെങ്കിലും ആള് വേണ്ടേ? ഇതെന്താ സംഭവം? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഈശ്വരാ, ഉണ്ണിയേട്ടൻ രാഹുലിനെയും വൈഷ്ണവിയെയും കണ്ടുപിടിച്ച് കാണൂ. എങ്കിൽ എനിക്ക് രാഹുലിന്റെ സ്ഥിതി ഓർക്കാൻ പോലും വയ്യ. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടന്റെ നമ്പർ ഒന്നും നടക്കാൻ പോകുന്നില്ല.
അത് ഞാൻ കണ്ടുപിടിക്കും. ഇയാൾക്ക് ഇതിനകത്തെന്താ പരിപാടി? അയ്യോ, പാമ്പ്! കൊള്ളാം. ദേവിയുടെ വിഗ്രഹം. തൽക്കാലം എന്റെ ആവശ്യത്തിന് ഇത് മതി. നാഗദൈവങ്ങളെ, ചെയ്ത് തെറ്റാണെങ്കിൽ പൊറുക്കണം. എനിക്ക് രക്ഷപ്പെടണം. അതിനുവേണ്ടി മാത്രം ഞാനിത് ചെയ്യുന്നത്. മാപ്പാക്കണം. നീ രക്ഷപ്പെടാനല്ല ഞാൻ ഈ അവസരം നിനക്ക് തന്നത്. അതെന്തിനാണെന്ന് നാഗമടത്തുകാർ അറിയാൻ പോകുന്നതേയുള്ളൂ. ആ പാമ്പ് എവിടെ പോയി? ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ. എന്റെ ദേവി, വേറെ എന്ത് കാണിച്ചാലും പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കല്ലേ. എന്റെ ഈശ്വര, പെട്ടുപോയല്ലോ. ഇനി എങ്ങനെ മുറിയിലേക്ക് പോവും? മുകളിലാണെങ്കിൽ രാഹുലും വൈഷ്ണവിയും ഉണ്ണിയേട്ടനും, താഴെ പാമ്പും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താടാ? അല്ല, ഞാനൊരു പാമ്പിനെ കണ്ട് പേടിച്ചതാ ഉണ്ണിയേട്ടാ. നീ പാമ്പിനെ എവിടെ കണ്ടു? അത് ഉണ്ണിയേട്ടൻ കയറിയ മുറിയുടെ അടുത്ത്. അല്ല, അവിടെ അല്ല, ഇവിടെ എവിടെയോ കണ്ടായിരുന്നു. മുകളിൽ നീ എന്തെങ്കിലും കണ്ടോ? ഞാനെന്ത് കാണാൻ? പാമ്പിനെയും കണ്ടില്ല. കണ്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. എന്നെ അറിയാലോ. ഈ വീടിനോട് ചുറ്റിപ്പറ്റി നടക്കരുതെന്ന് എന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഓ, അത് ഓർമ്മ വേണം. ഓ, ഇയാളാര്? നാഗമടത്തെ ഗുണ്ടയോ? ഇയാളെ ഒതുക്ക ഇവിടെ ആരും ഇല്ലേ? കോപ്പൻ. സുന്ദരേ, നീ ഇവിടെ നിൽക്കായിരുന്നോ? നിന്നെ ഞങ്ങൾ എവിടെയൊക്കെ തിരക്കി. നീ ആ ദക്ഷയ്ക്ക് തിരക്കി പോയതാണോ? എടാ രാഹുലെ, നീയും വൈഷ്ണവിയും തമ്മിൽ മുകളിൽ മീറ്റിംഗ് അല്ലായിരുന്നു? ഞാനും വൈഷ്ണവിയും തമ്മിലോ? എടാ, അവളൊന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ ഒന്ന് കാണാൻ. എന്താണോ നോക്കുന്നേ? ഞാൻ ഈ വീട്ടിനകത്തൊരു മുട്ടം പാമ്പിനെ കണ്ടളിയാ. അതും കറുത്ത് ഇരുണ്ടൊരു പാമ്പ്. എന്നിട്ട് ആ കറുത്ത പാമ്പ് ദക്ഷകിയായിട്ട് മാറിയോ? അതോ കൊലുസിക്കിലേക്ക് കൊണ്ട് പെണ്ണായിട്ട് ഓടിയോ? അളിയ, നീ കൂടുതൽ തമാശിക്കല്ലേ. എടാ, ഞാൻ ഉള്ള കാര്യ പറഞ്ഞേ. നീ ഉള്ളതേ പറയൂ. പക്ഷെ പറഞ്ഞു വരുമ്പോ ഉള്ളി തൊലി പൊളിച്ചതുപോലെ ആവുന്നേ ഉള്ളൂ. ഒരു തമാശക്കാരെ. കല്യാണി, എന്താ രേണുടുത്തി? കല്യാണിയെ കണ്ടോ? ഞങ്ങൾ കണ്ടില്ലല്ലോ. എന്താ രേണുടുത്തി പ്രശ്നം? അത് പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ താക്കോൽക്കുട്ട ഞാൻ എവിടെയോ വെച്ച് മറന്നു. നല്ല ഓർമ്മയില്ല. കല്യാണി കണ്ടോന്നറിയാൻ വിളിച്ചതാ. താക്കോൽ കൂട്ടോ? അതെ, മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണേ. എവിടെയെങ്കിലും കളഞ്ഞു പോയോന്നറിയില്ല.
കല്യാണിയെ കൂട്ടിക്കൊണ്ട് പോയി നോക്കണം. അല്ല അതെന്തിന്റെ താക്കോലാന്നാ പറഞ്ഞേ? ഇവിടുത്തെ ലോക്കറിന്റെയാ. എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, എവിടെയോ പോയി. അപ്പോ ഉണ്ണിയേട്ടൻ എങ്ങനെയാ ലോക്കർ റൂം തുറന്നേ? എന്താ ഉണ്ണിയേട്ടൻ ലോക്കർ റൂം തുറന്നോ? സുന്ദര കണ്ടോ? ആ, ഉണ്ണിയേട്ടൻ അതിനകത്ത് കയറുന്ന ഞാൻ കണ്ടതല്ലേ. വേറൊന്നും എനിക്കറിയില്ല. രേണുവടുത്തി, അപ്പോ ആ താക്കോൽ കൂട്ടം ഉണ്ണിയേട്ടന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അതെ, ആയിരിക്കും. സുന്ദർ, ഉണ്ണിയേട്ടൻ ലോക്കർ റൂം തുറന്ന് കയറുന്ന നീ ശരിക്കും കണ്ടോ? കണ്ടെന്നേ. ആടാ, കണ്ടില്ല രേണുവടുത്തി. അല്ല, കണ്ടെന്ന് പറഞ്ഞാ ഉണ്ണിയേട്ടൻ എന്നെ കുളത്തിൽ മുക്കി വെള്ളം കുടിപ്പിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കണ്ടില്ല. എന്താ രേണുവടുത്തി പ്രശ്നം? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ നടന്നേന്ന് അറിയില്ലല്ലോ. എന്താന്ന് ഞാൻ നോക്കട്ടെ. ആളിയാ പാമ്പ് എന്നാലും ഇത് എങ്ങോട്ട് പോയി കാണൂ? അവന്റെ ഒരു പാമ്പ്. വാടാ ഇങ്ങോട്ട്. എടാ എന്നാലും വാ വാ. ഉണ്ണിയേട്ടാ, എന്താ? ഞാൻ ഉണ്ണിയേട്ടനെ കാണാൻ വന്നതാ. ഞാൻ ഒന്ന് പുറത്തു പോവാ. നീ എന്തിനാ എന്നെ കാണുന്നത്? ഉണ്ണിയേട്ടൻ എന്നോട് ലോക്കർ റൂമിന്റെ താക്കോൽക്കൂട്ടം ചോദിച്ചില്ലേ? ആ താക്കോൽക്കൂട്ടം ഉണ്ണിയേട്ടന് കിട്ടിയോന്നറിയാൻ വന്നതാ. നിന്റെ കയ്യിൽ സൂക്ഷിക്കുന്ന താക്കോൽക്കൂട്ടം എന്റെ കയ്യിൽ എങ്ങനെ വരാനാ? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. അത് കളഞ്ഞു പോയിരിക്ക. എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയില്ല. അതിന് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഉണ്ണിയേട്ടൻ എന്റെ മുറിയിൽ വന്നിരുന്നോ? കല്യാണം കഴിയാത്ത പെണ്ണുങ്ങളുടെ മുറിയില് ഇവിടുത്തെ ആണുങ്ങളാരും കടക്കാറില്ലല്ലോ. അത് നിനക്ക് അറിഞ്ഞൂടെ? അപ്പോ ആ താക്കോൽക്കൂട്ടം ഉണ്ണിയേട്ടന് കിട്ടിയിട്ടേ ഇല്ല. നീ എന്താടി ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ എന്നോട് ചോദിക്കുന്നത്? ആ താക്കോൽക്കൂട്ടം ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ ഉണ്ണിയേട്ടൻ ലോക്കർ റൂമിൽ പോയത്? ഞാനവിടെ പോയിന്ന് നിന്നോടാരാ പറഞ്ഞു? നീ കണ്ടോ? എന്തിനാ ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ ഒക്കെ ഭവിഷ്യത്ത് എന്താന്ന് ഉണ്ണിയേട്ടൻ അറിയോ? എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. താക്കോൽ എവിടെങ്കിലും ഉണ്ടാവും. നീ പോയി തപ്പി നോക്ക്. അപ്പോ ഉണ്ണിയേട്ടൻ ലോക്കർ റൂം തുറന്നിട്ടേ ഇല്ല, ആ മുറിയിൽ കയറിയിട്ടുമില്ല. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ പോവാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. ഉണ്ണിയേട്ടൻ ഈ താക്കോൽ കൂട്ടം കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇതെങ്ങനെ ഉണ്ണിയേട്ടന്റെ മുറിയിൽ വന്നു? അത് ചിലപ്പോ നിന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയപ്പോ അമ്മ കിട്ടിക്കാണും. അമ്മ അവിടെ കൊണ്ടുവച്ചായിരിക്കും. ഉണ്ണിയേട്ടൻ മുമ്പ് കളവ് പറയില്ലായിരുന്നു, ഇപ്പൊ അതും തുടങ്ങിയല്ലേ? നിനക്കിപ്പോ താക്കോൽ കിട്ടിയല്ലോ. ഇനി എന്നെ ഒന്ന് വെറുതെ വിട്. ഇല്ല, ഇനി ഒന്നും ഞാൻ പറയുന്നില്ല. ഇല്ല, എനിക്ക് മനസ്സിലായി ഉണ്ണിയേട്ടാ. അവക്കെന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. എടുത്ത സാധനം ഇവിടെ വെച്ചാ വേണ്ട, അത് കുഴപ്പാവും. വേറെ എവിടെയെങ്കിലും ഒളിപ്പിക്കാം. വേറെ എവിടെയാ വെക്ക? രേണുവടുത്തി, എല്ലാം ഉണ്ടോ? ഒന്നും പുറത്തു പോയിട്ടില്ലല്ലോ. അതാ ഞാൻ നോക്കുന്നത്. ഇവിടെ ഇരുന്ന ആ വിഗ്രഹം എവിടെ? എന്താ രേണുവടുത്തി? കല്യാണി, ഇവിടെ ഇരുന്ന ദേവിയുടെ വിഗ്രഹം കാണാനില്ല. നാഗദേവിയുടെ വിഗ്രഹം കാണുന്നില്ലേ? അയ്യോ, അതെവിടെ പോയി? എന്റെ ദേവി, ഞാൻ എന്തായി കാണുന്നത്? ഇവിടുത്തെ നാഗദേവിയെ തന്നെയാണല്ലോ ഉണ്ണിയേട്ടനെ എടുത്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശൻ വരുമ്പോ ഞാൻ എന്ത് പറയും? മുത്തശ്ശി അറിഞ്ഞോ? മറ്റുള്ളവരറിഞ്ഞോ? ഓർത്തിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്ന കല്യാണി. താക്കോല് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് എന്നെ എല്ലാരും കൂടെ പ്രതിക്കൂട്ടിലാക്കും.
എല്ലാരോടും ഞാൻ എന്ത് സമാധാനം പറയും? എന്റെ നാഗദേവി, ഉണ്ണിയേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവോ? ഉണ്ണിയേട്ടനല്ലാതെ വേറെ ആരും അതെടുക്കില്ല, ഉറപ്പാ. എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാ? ഉണ്ണിയേട്ടൻ ദേവിയുടെ വിഗ്രഹം എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കോ? ഉണ്ണിയേട്ടൻ അത് വിൽക്കാൻ ശ്രമിച്ചാ ഉണ്ണിയേട്ടൻ ജയിലിലാവും. മുത്തശ്ശൻ ഉണ്ണിയേട്ടനെ ജയിലിലാക്കും. എന്നാ പിന്നെ നമുക്ക് ഉണ്ണിയേട്ടനെ കെട്ടിൽ പോയത് എടുത്താലോ? അത് അവിടെ തന്നെ ഉണ്ടാവും. അതിനി അവിടെ ഉണ്ടാവില്ല കല്യാണി. ഉണ്ണിയേട്ടനെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ അത് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാവും. ഇത് വലിയ പ്രശ്നമാവൂലോ രേണുവെടുത്തി. മുത്തശ്ശൻ ഉണ്ണേട്ടനെ ജയിലിലാക്കും. മുത്തശ്ശി അറിഞ്ഞ മരുന്നൊന്ന് ശപിക്കും. പിന്നെ നാട്ടുകാരറിഞ്ഞ ഉണ്ണേട്ടനെ അപമാനിക്കും. ഉണ്ണേട്ടൻ അതോടെ വലിയൊരു കള്ളനാവില്ലേ? എപ്പോഴെങ്കിലും നന്നാവെന്ന് കരുതിയ ഉണ്ണിയേട്ടൻ അതോടെ നശിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപം കിട്ടണില്ല കല്യാണി. ഇതിപ്പോ വേറെ ആരും അറിയുന്നില്ലല്ലോ രേണുവെടുത്തി. നമുക്ക് എങ്ങനെയെങ്കിലും ദേവി വിഗ്രഹം ഉണ്ണിയേട്ടനെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാം. അതല്ലാതിപ്പോ വേറെ എന്താ വഴി? അത് തിരികെ ഇവിടെ എത്തുകയല്ലാതെ വേറെ വഴിയില്ല കല്യാണി. മുത്തശ്ശൻ തിരികെ എത്തും മുമ്പേ അത് ചെയ്യണം. മുത്തശ്ശി ധ്യാനം വിട്ട് മണ്ണിലേക്ക് മടങ്ങി വരും മുമ്പേ അത് നടന്നിരിക്കണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നാഗമടത്ത് മരയ്ക്ക് നാശം സംഭവിക്കും. രേണുവെടുത്തി, ഉണ്ണിയേട്ടൻ തിരികെ തരാതിരുന്നാലോ?